ബാലകാണ്ഡം അവസാനിക്കുന്നത് ദശരഥ മഹാരാജാവ് തൻ്റെ ഭാമിനിമാരോട് ചേർന്ന് സുഖമായി വാണു എന്നു പറഞ്ഞുകൊണ്ടാണ്. സുഖം, ആനന്ദം എന്നിവയ്ക്ക് ലൗകിക ജീവിതത്തിൽ ക്ഷണികമായേ നിലനിൽപ്പുള്ളൂ എന്ന സത്യമാണ് അയോധ്യാകാന്ഡം നമ്മെ അറിയിക്കുന്നത്. പൈങ്കിളിയെക്കൊണ്ട് ശ്രീരാമ കഥാമൃതം ആലാപനം ചെയ്യിക്കുന്നു. ശ്രീ പരമേശ്വരൻ തൻ്റെ വല്ലഭയായ പാർവതീദേവിയോട് രാമകഥ പറയുന്നതായി തുടർന്ന് വിവരിക്കുന്നു. അദ്രിസുതയായ പാർവതീദേവി ഭർതൃപാദ പ്രണാമം ചെയ്തുകൊണ്ട് സമ്പൂർണ്ണ ഭക്തിയോടുകൂടി ഇപ്രകാരം പറഞ്ഞു: ശ്രീരാമചരിതം കേൾക്കുന്നതിനും ആനന്ദ നിർവൃതിയിൽ മുഴുകുന്നതിനുമുള്ള ആഗ്രഹം ഉണ്ടെന്ന്. രാവണനു മുക്തി കൊടുത്തവൻ്റെ ചരിതം സദാ നേരവും കേട്ടുകൊണ്ടിരുന്നാലും തൃപ്തി വരികയില്ല. അയോധ്യാകാന്ഡം. താർമകൾക്കൻപുള്ള തത്തേവരികടോ താമസശീലം അകറ്റേണമാശുനി. രാമദേവൻ ചരിതാമൃതം ഇന്നിയും ആമോദമുൾക്കൊണ്ടു ചൊല്ലു സരസമായി. എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ. പങ്കമെല്ലാം അകലും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ. പങ്കജനേത്രൻ കഥകൾ കേട്ടിടിനാൽ ഭാർഗവിയാകിയ ജാനകി തന്നുടെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ. ഭാർഗവൻ തന്നുടെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ടയോധ്യാപുരി പുക്കു. താതനോടും നിജ മാതൃജനത്തോടും ദാതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു മേദിനി പുത്രിയാം ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരാജനത്തോടും ചെന്നു മഹാരാജ ധാനിയകം പുക്കു. വന്നിതു സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നുടെ നാനാ ഗുണഗണം കാൺകയാൽ. രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ കദ്രുസുതാഗണ ഭൂഷണഭൂഷിതൻ ചിദ്രൂപൻ അദ്വയൻ മൃത്യുഞ്ജയൻ പരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ. രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമ ഭദ്രകഥാമൃത സാരം കൊടുത്തപ്പോൾ വിദ്രുമതുല്യധരിയായ ഗൗരിയാം അദ്രിസുതയും ആനന്ദ വിവശയായി ഭർതൃപാദ പ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവം അരുൾ ചെയ്തു: നാരായണൻ നളിനായതാലോചനൻ നാരീജന മനോമോഹനൻ മാധവൻ നാരദാസേവ്യൻ നളിനാസന പ്രിയൻ നാരകാരാദി നളിനശര ഗുരു. നാഥൻ നരസകൻ
നാനാജഗന്മയൻ നാദാവിദ്യാത്മകൻ നാമസഹസ്രവാൻ നാളികരമ്യ വദനൻ നരകാരി നാളികബാന്ധവ വംശ സമുത്ഭവൻ ശ്രീരാമദേവൻ പരൻ പുരുഷോത്തമൻ കാരുണ്യവാരിധി കാമബലപ്രദൻ രാക്ഷസവംശ വിനാശന കാരണൻ സാക്ഷാൽ മുകുന്ദൻ ആനന്ദപ്രദൻ പുമാൻ ഭക്തജനോത്തമ ഭുക്തിമുക്തിപ്രദൻ ശക്തി വിമുക്തൻ വിമുക്തഹൃദി സ്ഥിതൻ വ്യക്തൻ അവ്യക്തൻ അനന്തൻ അനാമയൻ ശക്തിയുക്തൻ ശരണാഗത വത്സലൻ നക്തഞ്ജരേശ്വരനായ ദശാസ്യനു മുക്തി കൊടുത്തവൻ തൻ്റെ ചരിത്രങ്ങൾ നക്തം ദീപം ജീവിതാവധി കേൾക്കിലും തൃപ്തി വരാമമ വേണ്ടിയില്ല മുക്തിയും ഇത്തം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്ത്യാ പരമേശ്വരനോടു ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി കേട്ടുകൊള്ളുന്നരുളി ചെയ്തു.